Hi friends, welcome to our channel Disha Malayali YouTuber. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ആ ഒരു ഡേ നമ്മുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ്. പ്ലസ് നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പും ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫേസ് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ സ്കിൻ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെയിലത്തൊക്കെ പോയി നല്ല ടാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ആദ്യം തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും, നല്ല ബ്രൈറ്റ് ആവും. അടുത്തതായിട്ട് നമുക്കൊരു പാക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പ്ലസ് അലോവേര ജെൽ. ഇവിടെ ഞാൻ ഫ്രഷ് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലസ് ഹണി. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. മുൾട്ടാണി മിട്ടി, അലോവേര ജെൽ, തേൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അലോവേര ജെൽ ഫ്രഷ് തന്നെ എടുക്കാൻ നോക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ ഫേസിലേക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കുക. ഫേസിലും നെക്കിലും ഈ പാക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ഡിഫറൻസ് ആണ് ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫേസിലും നെക്കിലിടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് വെക്കുക. കണ്ണിന് അടിയിലിടേണ്ട ആവശ്യമില്ല, അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇടുക. അപ്പോൾ ഞാൻ പാക്കൊക്കെ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു കിടിലം പാക്കാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ലൊരു തിളക്കം കിട്ടും, നമ്മുടെ ഫേസ് നല്ലൊരു ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലോട്ടസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഫേസിലും നെക്കിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ബയോട്ടിക്കിൻ്റെ ബയോബെറി പ്ലംബിംഗ് ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഒരു പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. ഇത് ലാക്മെ ആബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ടീസോണിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ പോസ് ഉള്ള ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ളിടത്തൊക്കെ ഈ പ്രൈമർ എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പോസൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മളിടുന്ന മേക്കപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാനും സ്കിൻ ഒരുപാട് ഓയിലി ആകാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഒക്കെ ഈ പ്രൈമർ ഹെൽപ്പ് ചെയ്യും. ഇതിന് ചെറിയൊരു വൈറ്റനിങ് എഫക്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ഒന്ന് ലൈറ്റനാവും. അടുത്തായിട്ട് ഞാനിവിടെ ഒരു കൺസീലറാണ് എടുത്തിരിക്കുന്നത്. ഇത് മെബലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമലാണ്. അപ്പോൾ ഇത് കണ്ണിനടിയിലും നോസിനും മൗത്തിനും ചുറ്റും അതുപോലെ തന്നെ ഫോർഹെഡിലുമൊക്കെ ജസ്റ്റ് ഡോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു കൺസീലറാണ്, നല്ല കവറേജാണ്. എന്താ പറയുക, നന്നായിട്ട് പാടുകളൊക്കെ നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സ്പോഞ്ച് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇരുനിറമുള്ളവർക്കൊക്കെ ഈ കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ നെക്കിലൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഫേസിലൊരു കളർ, നെക്കിലൊരു കളർ അങ്ങനെ ആയിപ്പോവും. അത് കാരണം നെക്കിലൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല, ഈ കൺസീലർ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫിംഗേഴ്സ് വെച്ചിട്ടും ചെയ്യാം. ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് മേടിക്കണമെന്നുള്ളവർക്ക് മേടിക്കാം കേട്ടോ.
അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലിൻ്റെ ഫിറ്റ് മീ മാറ്റ് പോർലെസ് കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 330 ടോഫി ആണ്. ഈ ഒരു ഷെയ്ഡ് എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കറാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു കവറേജ് ഉള്ള നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇരുനിറത്തേക്കാളും കുറച്ചുകൂടെ 1-2 ഷെയ്ഡ് താഴെയുള്ളവർക്കും ഈ ഒരു കോമ്പാക്ട് പൗഡർ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു കവറേജ് ഉള്ള നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇത് ഫേസിലും നെക്കിലൊക്കെ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിവാന കളേഴ്സിൻ്റെ പ്രോ HD ബ്ലഷർ ഹൈലൈറ്റർ ആൻഡ് കോണ്ടൂർ പാലറ്റാണ്. ഇതിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിന് പുറത്തായിട്ട് ഐലിഡ്സിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൊരു ചെറിയ യെല്ലോ ടിൻ്റുള്ള ഒരു ഷിമ്മറി ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഐലിഡിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലിൻ്റെ തന്നെ ദ ന്യൂഡ്സ് ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ നിന്നും ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ കോർണർ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വി ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ വെച്ചിട്ടൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുർത്തി ഹോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നല്ല അടിപൊളി ഹെയർ സ്റ്റൈൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിക്വസ്റ്റഡ് വീഡിയോസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ റിക്വസ്റ്റഡ് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ 1 by 1 ആയിട്ട് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐടെക്സ് ഡാസിലറിൻ്റെ ബ്ലാക്ക് വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. അപ്പം ഞാനതൊരു ബ്രഷ് വെച്ചിട്ടാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടൊരു ചെറിയ വാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐലൈനറാണ്. മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടാവും അല്ലേ ഈ ഒരു ഐലൈനർ. നല്ലൊരു ഐലൈനറാണ്. അപ്പോൾ ഇത് കണ്ണിന് മീതെയായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു സെയിം ഐലൈനർ വെച്ച് തന്നെ കണ്ണിന് താഴെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വാട്ടർ ലൈനിലല്ല, വാട്ടർ ലൈനിൽ തൊട്ട് താഴെ പകുതി വരെ മാത്രം, ഇന്നർ കോർണറിലേക്ക് പോകുന്നില്ല, പകുതി വരെ മാത്രം ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ വാലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആണോന്നുണ്ടെങ്കിൽ ഒരു മസ്കാര കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മെബിലിൻ്റെ തന്നെ ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പർ ഐലാഷസിലും ലോവർ ഐലാഷസിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മസ്കാരയാണ് കേട്ടോ. നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല എന്താ പറയുക, നല്ല വോളിയം തോന്നിക്കും, നല്ല വിടർന്നിങ്ങനെ ഇരിക്കും നമ്മുടെ കണ്ണുകളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്, ഒട്ടും തന്നെ സ്മജ് ആകത്തുമില്ല. അടുത്തായിട്ട് ലാക്മേയുടെ ലാക്മെ 95 മാറ്റ് ലിപ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് MR11 ബെറി ബേസ് ആണ്. നല്ലൊരു ഷെയ്ഡാണ്, ഇരുനിറക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ആ സിവാന കളേഴ്സിൻ്റെ പാലറ്റിൽ നിന്നും ഈ ഒരു ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചീക്ക് ബോൺ, ബ്രോ ബോൺ, നോസ്, അതുപോലെ തന്നെ ഫോർഹെഡ്, അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഗ്ലോയിങ് ആകും. അപ്പോൾ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇയറിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ഫ്രഷും ബ്രൈറ്റ് ആയിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു മേക്കപ്പോ, ഈ മേക്കപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇത്രയും മേക്കപ്പ് തന്നെ ഇടണമെന്നില്ല, ഇതിനേക്കാളും സിമ്പിൾ മേക്കപ്പ് ഇട്ടാലും മതിയാവും. കാരണം നമ്മുടെ സ്കിൻ കെയർ അത്രയും കിടിലാണ്. അപ്പോൾ ആ ഒരു സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഇട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല എന്താ പറയുക, നല്ലൊരു തിളക്കം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.